കൊട്ടിക്കലാശത്തോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ അവസാന നിമിഷത്തിൽ നിലമ്പൂർ കോൺഗ്രസിന്റെ മുദ്രാവാക്യം വളരെ ഉച്ചത്തിൽ തന്നെ ഉയർന്നു കേട്ടു. VS ജോയി നയിക്കട്ടെ, ബാപ്പുട്ടിക്ക ജയിക്കട്ടെ എന്നാണ് ഇന്ന് കേട്ടുകൊണ്ടിരുന്ന UDF മുദ്രാവാക്യം. നിലമ്പൂരിൽ കൊട്ടിക്കലാശം സമാപിച്ചതോടെ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. മലപ്പുറം കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവായി യുവതാരം VS ജോയി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, സീറ്റിനു വേണ്ടി തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് നേതാക്കളെ ഒറ്റ കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് VS ജോയി ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ. ഒരു നോക്കുകൊണ്ടോ അര വാക്കുകൊണ്ടോ ഈ പാർട്ടിക്കെതിരാകാൻ ആരും പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ സന്ദേശം. അതേ സന്ദേശം തന്നെയാണ് ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളമുള്ള കോൺഗ്രസിനകത്തും പുറത്തുമുള്ള യുവാക്കൾക്ക് VS ജോയി ഒരു ആവേശമായി മാറുകയാണ്. ഇനി മുതൽ അദ്ദേഹമാണ് ഇന്ന് മുഴുവൻ ജാഥ നയിച്ചത്. 10,000-ങ്ങളെ സാക്ഷി നിർത്തി UDFന്റെ വിജയകാഹളം മുഴക്കിയതും VS ജോയി ആയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ പേരുകാരനായി ജനകീയനായ നേതാക്കളുടെ പട്ടികയിലേക്ക് VS ജോയി കടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ അവകാശിയായി മാറുന്നതും VS ജോയി ആയിരിക്കും എന്നതിൽ തർക്കമില്ല. നമുക്കറിയാം, അൻവർ രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് VS ജോയിയുടേതായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പേര് അതും VS ജോയിയുടേതായിരുന്നു. നിലമ്പൂരിൽ ഒരുപക്ഷെ പലരും പറഞ്ഞ പേരും അത് VS ജോയിയുടേതായിരുന്നു. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ആര്യാടൻ ഷൗക്കത്തിലേക്ക് വന്നപ്പോൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ച് ആ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തത് VS ജോയി ആയിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ. പാർട്ടിക്ക് പൊറലേൽക്കുന്ന ഒന്നും താൻ ചെയ്യില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ അന്നു മുതലാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും UDFും തന്നെ ഒറ്റക്കെട്ടായി നിലമ്പൂരിലെ വിജയത്തിന് വേണ്ടി പൊരുതിയത്. അതിൻ്റെ അവസാന പ്രചരണമാണ് ഇന്ന് കണ്ടത്. നമുക്കറിയാം, ഊതിവീർപ്പിച്ച സോഷ്യൽ മീഡിയ ബലൂണുകൾ അരങ്ങുവാഴുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തനായ ഒരാൾ നേതൃനിരയിലേക്ക് മുഴുവൻ പ്രവർത്തകരുടെയും ആശീർവാദത്തോടെ കടന്നു വരുന്നതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പ്രവർത്തകരും കൊട്ടിക്കലാശവുമായി നിലമ്പൂർ ടൗണിനെ ഇളക്കിമറിച്ചത് മുഴുവൻ VS ജോയി എന്ന യുവനേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് കരുതിയ തമ്മിൽ തല്ല് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. UDFനെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ കഴിഞ്ഞതും VS ജോയിയുടെ കഴിവായി കാണുന്നതോടെ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം.